ട്രിവാൻഡ്രം നമ്മുടെ മാസത്തിലൊരു ഒരാഴ്ച എന്തായാലും ട്രിവാൻഡ്രത്ത് കാണും. ട്രിവാൻഡ്രത്തെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കോളേജ്, എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഇങ്ങനത്തെ കോളേജുകൾ വളരെ കുറവായിട്ട് തോന്നുന്നു. കാര്യം വെച്ചാൽ അവിടെ ഈ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു 8 വർഷം പഠിച്ചിരുന്നു. ഡിഗ്രി, MA, MPhil എല്ലാം കൂടെ. എന്താണ് ഇതിനിടയ്ക്ക് ഒരു വർഷം എങ്ങാണ്ടോ MPhil നടുവേ എനിക്കൊരു വർഷം പോയിട്ടുണ്ട്. അതല്ലാതെ ഒരു 8 വർഷത്തെ ഒരു അനുഭവം യൂണിവേഴ്സിറ്റി കോളേജുമായിട്ടുണ്ട്. ആ കോളേജിൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ എന്താണ് കുട്ടികളുടെ ഒരു ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾ തന്നെയാണ് കൂടുതൽ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ ഒത്തിരി നാൾ കിടക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ട്, ഇത് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞാലും ഇത് വെളിയിൽ പോകില്ല. യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞില്ലെങ്കിലും ഇതിങ്ങനെ കണ്ടിന്യൂഡ് ആവും. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു വൈബ്രേഷൻ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും നമുക്ക് എന്താണ് ഓരോ സ്ഥലത്തെയും എന്താണ് പലയിടങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അന്നത്തെ കൂട്ടുകാരും ഇന്നും അവർ ഓരോ ജോലികളിലൊക്കെ ഏർപ്പെട്ടാലും നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിന് തൊട്ട് മുകളിലൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ക്യാൻറ്റീൻ കുറച്ചുള്ളിലേക്കായി, എങ്കിലും ആ ലൈബ്രറിയുടെ പരിസരത്ത് ഞങ്ങൾ കാണും. പിന്നെ മുത്തശ്ശിമാവ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ അന്ന് ഒരു 8 വർഷം മുമ്പ് ഉണ്ടായിരുന്നവർ തന്നെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് വൈകുന്നേരം പാളയത്ത് പോയാൽ അവരെയൊക്കെ കാണാൻ പറ്റും, സാഫല്യം കോംപ്ലക്സ്. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് വളരെ നമുക്ക് എന്താണ് നൊസ്റ്റാൾജിക് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലീശയായി പോകുമ്പോൾ സാധാരണ നമുക്ക് ഏറ്റവും ഒരു എന്താണ് മനസ്സിന് എപ്പോഴും സന്തോഷം തരുന്ന ഒരു മൊമെന്റ്സും സ്ഥലവും അത്. ഇത് വേറൊരു കാര്യമുണ്ട് വിനോദേട്ടാ, ഇന്ന് ജാസിയേട്ടന് നമ്മുടെ ഇത്രയും കൈയിന്റെ അടുത്ത് ഇങ്ങനെ കിട്ടിയിട്ട് ഒരു ഫാസ്റ്റ് നമ്പർ പാടിച്ചില്ലെങ്കിൽ ഇന്ന് വിഷുവായിട്ട് ആൾക്കാർ എന്നെ തിന്നാൻ വരും. അതുകൊണ്ട് നമുക്കിങ്ങനെ പാടി പോവാം. ഞാൻ വിഷുവായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു വെസ്റ്റേൺ ആയിട്ടൊരു പാട്ട് പാടാം. വിഷുവായിട്ടല്ല, ഞാനിങ്ങനെ ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോങ് പാടാം. I've been walking these streets so long, singing the same old song. I know every crack in these dirty sidewalks of Broadway. The house is the name of the game, and nice guys get washed away like the snow and the rain. There's been a lot of compromising on the road to my horizon, but I'm gonna be where the lights are shining on me like a rhinestone cowboy. Gonna cause the letters from people I don't even know, and no one's coming over the phone. ഇത് സാധാരണ ജാസിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴേ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം ഉണ്ടാവും, ജാസി എന്താ കല്യാണം കഴിക്കാത്തത്? എനിക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം. കാരണം ഒരു മനുഷ്യൻ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇത്തിരി പാട്ട് തരാന്ന് വരിക്കും. ഇപ്പൊ എല്ലാവർക്കും കെട്ടിച്ചൂടാനാവും. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് കല്യാണത്തെ പറ്റി അല്ല, ഇപ്പൊ ഞാൻ പറയണത് എന്താണെന്നറിയാമോ? അല്ല, ഇത് ഞാൻ അങ്ങോട്ട് പറയണത് കല്യാണം കഴിക്കരുത്, അടുത്തൊന്നും പ്രണയം കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഓടി പോകരുത്. നമുക്കിനി ഒരുപാട് പാട്ടുകൾ തരാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിടുള്ളൂ. എന്തായാലും പറഞ്ഞ ഒരു വാചകം ഞാൻ എന്തായാലും കണക്കിലെടുത്തു, അടുത്ത കല്യാണം കഴിക്കരുത്. അത് കൊള്ളാം. ചേട്ടാ, നമ്മള് സോങ്സ് ഇപ്പൊ വേറെ ലാംഗ്വേജിലും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഇൻസ്പിറേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തികളോ, അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് ഇൻസ്പയർസ് യു? ഏറ്റവും കൂടുതൽ മ്യൂസിക് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കേട്ട പാട്ടുകൾ തന്നെയാണ് നമ്മളെ കമ്പോസിങ്ങിനെ സഹായിക്കുക എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം കേൾക്കുന്ന ആ രീതിയിലൊക്കെ അത് ഓരോ രീതിയിൽ. ഇപ്പോഴും കുറച്ച് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ രാഗങ്ങളെടുത്ത് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഇച്ചിരി ഗിറ്റാർ പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻസ് യൂസ് ചെയ്യും, പിയാനോ ആണെങ്കിലും അങ്ങനെ. അപ്പം നമുക്ക് എല്ലാ സോഴ്സും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോഴേ എന്താണ് ഇപ്പോൾ ഞാൻ കമ്പോസിങ്ങിലും എന്താണ് ഞാൻ ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. പല സമയം ഞങ്ങളെന്ന് പറയില്ല, ഞാൻ അത് എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ വേയിൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടത്തക്ക രീതിയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാക്കി വിടാറുണ്ട്. ഇപ്പൊ നമ്മള് പാട്ടിനെ മാത്രം പ്രണയിച്ചുകൊണ്ട് ഒരു മെലഡി, അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത സിനിമയിലെ പാട്ട് പാടാം. സത്യം പറഞ്ഞാൽ ആദ്യത്തെ പാട്ടിൽ ലജ്ജാവതി എന്നല്ലേ ദുർഗ പറഞ്ഞത്? അതല്ല, ഇതാണ്. തൂവെള്ള തൂവുന്നു ശസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല,
തൂവെള്ള തൂവുന്നു ശസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല ചന്ദനത്തിൻ കുളിരുപോലെ അന്തരങ്കിൽ രാഗം പോലെ അലകടലൊളിയോരം പോരും സ്നേഹപ്പൊന്നാരപ്പൂർണേന്ദു തൂവെള്ള തൂവുന്നു ശസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. ഇത്രയും നല്ലൊരു പാട്ടുണ്ടായിട്ട് ഞാൻ ലജ്ജാവതി ആദ്യം പറഞ്ഞു പോയല്ലോ. നല്ല പാട്ടല്ലേ? ഇത് കൊള്ളാം. അല്ല, എനിക്ക് ലജ്ജാവതിക്കാട്ടിൽ ഇപ്പൊ ഇത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ലജ്ജാവതിക്ക് ഉണ്ടായിരുന്നൊരു സംഭവം അതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പാട്ട് എന്തോ നമ്മള് ലജ്ജാവതിക്ക് മുമ്പാണ് ഇറങ്ങിയത്. അങ്ങനെ നമുക്ക് ഇതൊന്നും കാസറ്റില് റിലീസ്ഡ് ആയിട്ടില്ല. അപ്പൊ അത് ലജ്ജാവതിക്ക് ശേഷമാണ് ഇത് റിലീസ് ആവുന്നത്. പാടിയിരിക്കുന്ന എന്റെ ഫ്രണ്ട് രാജേഷ് വിജയാണ്. മൂവി സഫലം. ഇനി ജാസിന്റെ ഫാമിലിയെ പറ്റി നമുക്കൊന്നും അറിയില്ല. ആരൊക്കെ ഉണ്ട് വീട്ടില്? പപ്പ, മമ്മി, അനിയത്തി, ഞാൻ. അവിടെ ആരെങ്കിലും ഈ ഫീൽഡിലുണ്ടോ? മീഡിയ തന്നെത്താൻ എത്തിയതാണ്. സെൽഫ് മെയ്ഡ് മാൻ. അതെ അതെ, സെൽഫ് മെയ്ഡ് എന്ന് പറയുന്നതിൽ ഞാൻ എന്തായാലും അഭിമാനിക്കും, പുളകം കൊള്ളുന്നു. ജാസിൻ ഇപ്പൊ നിദ്ര ചെയ്തു, അതിന് തൊട്ട് മുമ്പ് ചെയ്ത ഒരു മൂവിയിലും നല്ലൊരു മെലഡി ഉണ്ട്. അത് നമുക്കൊരു രണ്ടുപേരും കൂടെ പാടിയാൽ നന്നായിരുന്നു. മണിക്കനാവിന എനിക്ക് പോക്കിരാജായിരുന്നു ആക്ച്വലി ഒരു റീ എൻട്രി എന്ന് പറയുന്നത്. കുറച്ച് നാൾക്ക് സിനിമയൊന്നും ഇല്ലായിരുന്ന സമയം കഴിഞ്ഞിട്ട് ഒരു മേജർ എൻട്രി എന്ന് വെച്ചാൽ പോക്കിരി രാജയായിരുന്നു. അതിൽ മണിക്കനാവിൻ എന്നുള്ള സോങ് പാടാം. മണിക്കനാവിൻ കൊതുമ്പു വള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി, വെയിൽ പിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്കു വേണ്ടി, ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ, നീ അഴകിന്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിക ഞാൻ, പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാല്യമായി നീ, മണിക്കിനാവിൻ കൊതുമ്പു വള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി. ജാസിന്റെ പാട്ടിൽ എന്റെ ഒരു ഫേവറേറ്റ് ഒരു പാട്ടുണ്ട്, മൊഴി എന്ന് പറഞ്ഞ സിനിമയില് പ്രകാശ് രാജും പൃഥ്വിരാജിന്റെയും കോമ്പിനേഷൻ സോങ് ഉണ്ട്. സെവാനം சிலை கற்றி சென்றது வீதியில, மனம் நின்றது பாதையில, என்னை கொண்டது பார்வையில, மின்சார மின்னல் வெற்றி போனது சாலையில, கனல் மூன்றது கண்களில, உயிர் வெகுது நெஞ்சினில, யாரோ அவள் யாரோ சொல்வாரில்லை, நேரில் கண்டு பேச நேரமில்லை, கண்ணில் வந்து போனால் கையில் இல்லை, ஓ, ஓ, செவ்வானம் சிலை கற்றி சென்றது வீதியில, மனம் நின்றது பாதியில, என்னை கொண்டது பார்வையில. പാടുമ്പോഴേ കണ്ണടയ്ക്കുന്ന ഇൻവോൾവ്മെന്റ് ആണ് കേട്ടോ. അത്ര ഇൻവോൾവ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഒഴുകി പാടുന്നത്. ഫ്യൂച്ചറിൽ ഞാൻ മലയാളം 2 മൂവീസ് കമ്മിറ്റഡ് ആയിട്ടുണ്ട്. ഒന്ന് ബാബു ഏട്ടൻ്റെ നോട്ടി പ്രോസർ എന്നൊരു മൂവി, പിന്നെ രഞ്ജൻ പ്രമോദ് ഏട്ടൻ്റെ ഒരു മൂവി. കന്നഡ അറ്റ് പ്രസന്റ് 4 പടം പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് ഇനി 1-2 ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അതിന്റെയൊക്കെ ബാക്കി റീ റെക്കോർഡിംഗ് വർക്കുകൾ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാം മെലഡി ഇപ്പൊ ഇത് മെലഡി കുറെ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ മെലഡി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട്. മെലഡി ഓരോ മെലഡി ചെയ്യുമ്പോഴത്തേക്ക്, കാര്യം മെലഡിയുടെ റെസ്പോൺസ് കൂടുതലാണ്. നമ്മളൊരു സ്പീഡ് പാട്ട് പെട്ടെന്ന് കേട്ട് ഇഷ്ടപ്പെടുന്നതിനെക്കാളും മെലഡിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു അപ്രീസിയേഷൻ. ജാസിനെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന യൂത്ത് ആണ്. അത് ലൈക്ക് വിച്ച് ഈസ് ദ ഗ്രൂപ്പ് ദാറ്റ് അക്സെപ്റ്റ്സ് യു മോസ്റ്റ്? യൂത്തിന്റെ ഇടയിലാണോ പാട്ടുകൾ കൂടുതലായിട്ടും? എനിക്ക് ഡിപ്പെൻസ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാര്യം വെച്ചാല് എന്റെ പാട്ട് കേൾക്കുന്നതായിട്ട് എനിക്ക് ഒരു പോപ്പുലേഷൻ എനിക്ക് കാണുന്നുണ്ട്. അവർക്ക് എന്റെ പല പാട്ടുകളും ഇഷ്ടമാണ്. അപ്പൊ ഞാനിപ്പോ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കൂടെയൊക്കെയുള്ള പാട്ടുകൾ ചെയ്യുന്ന എന്റെ പാട്ടുകളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഗ്രൂപ്പിനെ എനിക്ക് അറിയാം പേഴ്സണലായിട്ടും. അത് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു ബാക്കി എന്താണ്, ഞാൻ കൂടുതലും
സ്പീഡ് പാട്ടുകൾ ചെയ്യുമ്പോഴത്തേക്ക് അതിപ്പോൾ ഞാൻ ചെയ്യാത്ത പാട്ടുകളും ഞാനാണെന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറൈസ്ഡ് ആവും. എനിക്ക് തോന്നുന്നു പാട്ട് നല്ലതാണെങ്കിൽ പോകും. പ്രത്യേകിച്ച് മെലഡി ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള 2 പാട്ടുകൾ, ഒന്ന് സ്നേഹത്തുമ്പി എന്നുള്ള സോങ്ങും ശലഭമഴ എന്നുള്ള സോങ്. അതിനും ഒരു മൾട്ടിപ്പിൾ ഓഡിയൻസ് ഉണ്ട് പല സ്ഥലത്തും. എനിക്ക് തോന്നുന്നു കന്നഡ മെലഡീസ് എനിക്കും ഒരു കുറച്ചുകൂടെ വൈഡ് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് എനിക്ക് കന്നഡികാസ് അവിടുത്തെ ഒരു മെലഡി കൾച്ചറിലേക്ക്. പക്ഷെ എന്റെ അമ്മൂമ്മയുണ്ട്, ലജ്ജാവതി ഇഷ്ടമാണ്, ഇപ്പോഴും ലജ്ജാവതി പാടിക്കൊണ്ട് നടക്കും. കുക്ക് ചെയ്യുമ്പോ ലജ്ജാവതി അമ്മൂമ്മ എപ്പോഴും കുക്ക് ചെയ്യും. ഭയങ്കര ഫാനാണ് ജാസിയുടെ. ലജ്ജാവതി എനിക്ക് വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എനിക്ക് 4 ലാംഗ്വേജുകളിലും എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ശ്രീലങ്കൻ ലാംഗ്വേജിലേക്ക് അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഏത് ലാംഗ്വേജിൽ കേട്ടാലും ലാംഗ്വേജിന്റെ ബാരിയർ ഇല്ലാതെ ഈ ട്യൂൺ ഒരു അക്സെപ്റ്റൻസി ഉണ്ട്. മലയാളീസിന്റെ ഇടയിൽ ഇനി എത്ര പാട്ട് പാടിയാലും ലജ്ജാവതി അത് ഫസ്റ്റിലേക്ക് കേൾക്കുമ്പോഴത്തേക്ക് ലജ്ജാവതി പാടണമെന്ന് പറഞ്ഞു. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്താരോമൽ തുമ്പി. ജയചേട്ടാ, ഈ അടുത്തിടയ്ക്ക് ഒരു അമേരിക്കൻ ട്രിപ്പ് നടത്തി എന്നറിഞ്ഞു. പക്ഷെ എന്താണ് സംഭവം ജനങ്ങൾക്കാണ് പിടിയിട്ടിട്ട്. ഞാന് സാധാരണ പ്രോഗ്രാംസിനാണല്ലോ നമ്മൾ പോകുന്നത്. എനിക്ക് വളരെ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ആക്ച്വലി ഒരു 5 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ്, അത് സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിന്റെ ഇൻസേർഷൻ ഓഫ് സോങ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക് കൾച്ചറും അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഗ്രൂപ്പായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ മ്യൂസിക് പ്രൊഫസേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ കാര്യം എന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന കാര്യം എനിക്ക് തോന്നുന്നു ഈ സോങ് 4 സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകളിലും ഉള്ളത് കാരണം അതിന്റെ ഒരു ബേസിലാണ് എനിക്കൊരു എന്നെ സെലക്ട് ചെയ്തത്. ഒരു വലിയൊരു എൻ്റെ മ്യൂസിക് കരിയറിൽ തന്നെ എനിക്ക് വലിയൊരു ചേഞ്ച് കൊണ്ടുവരത്തക്ക രീതിയിൽ. കാര്യം ഞാൻ ഇപ്പം വെസ്റ്റേൺ പാടുന്നെങ്കിൽ ഞാൻ ഈ ബ്ലൂസും ജാസും എല്ലാം നമ്മൾ റെക്കോർഡ്സ് വഴി കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അവിടുത്തെ കുറച്ച് ദിവസങ്ങൾ എനിക്കതെല്ലാം റിയലായിട്ട് കാണാൻ പറ്റി. ഒത്തിരി എന്താണ് പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂസിക്കിന്റെ സംഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. ഞാൻ അവിടുത്തെ ഉള്ള ഒരു ഓപ്പറ പാടുന്നൊരു ലേഡിയെ കൊണ്ട് ഞാൻ മണിക്കിനവൻ പാടിച്ചു. പാടി എൻ്റെ കൂടെ പാടി. അങ്ങനെ വളരെ പോസിറ്റീവായിരുന്നു. എന്താണ് ഞങ്ങളെല്ലാവരുടെ ഗ്രൂപ്പായിട്ടിരുന്ന ഒരു മ്യൂസിക്കൽ ഒരു സംഭവമൊക്കെ നമ്മുടെ ഇന്ററാക്ഷനും സംഭവങ്ങളും വളരെ രസമായിരുന്നു. ജാസിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവത്തിന്റെ പേരിങ്ങനെ ഇടും. ജാസ് മ്യൂസിക്, അത് ഇത് ഇങ്ങനെ കുറെ ഇടും. ഇതിന്റെയൊക്കെ ഒരു ഡിഫറൻസ് എന്താണ്? ഇതെങ്ങനെ നമ്മൾ ഹൗ ഡു വി ഡിഫറൻഷിയേറ്റ് ഒരു സാധനം കേട്ട് കഴിയുമ്പോൾ ഓക്കെ ദിസ് ഇസ് ജാസ്? യഥാർത്ഥത്തിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഞാനും സത്യത്തിൽ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഓരോ കാലഘട്ടത്തിലുള്ള ഓരോ മ്യൂസിക്കിന്റെ ഒരു എന്താണ് ഓരോ ജേണി. അതിലിപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ജാസ് എല്ലാം ഒരു ആഫ്രോ അമേരിക്കൻ ഒരു സങ്കലനമാണ് മ്യൂസിക്, ജാസ് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക്. അതിന് മുമ്പിലുള്ള റാഗ് ടൈം, ബീബോപ്പ് എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറി. പിന്നെ അതൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നു വന്നിട്ട് നമുക്ക് പ്രസന്റ് ഒരു 18 ആ സമയം മുതൽ ഇപ്പോൾ വരുന്നവരും അതിനകത്ത് എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റൈൽ ഓഫ് ലൈഫിന്റെ ഓരോ എക്സ്പ്രഷൻസ് ആയിരുന്നു. അത് പിന്നെ ഒറിജിനേറ്റ് ചെയ്ത ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ഈ ക്രോസ് കൾച്ചറിൽ വരുന്ന മ്യൂസിക് ഒറിജിനേഷൻസ് ആണിത്. അതിന്റെ പല പല ഡെഫിനേഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ എന്താണ് കറക്റ്റ് ജാസ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇപ്പോഴും എന്താണ് അത് പറഞ്ഞു കാണിക്കാൻ പറ്റില്ല. ആക്ച്വലി എന്താണ് അത് കേട്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുള്ള സാധനമാണ്. പിന്നെ ഞാൻ റെഗെ എന്നുള്ള സംഭവം ഞാൻ ഒത്തിരി എന്താണ് ബോബ് മാർലിയുടെയും ഇന്നർ സർക്കിൾ അങ്ങനെ ഒത്തിരി ബാൻഡുകളുടെ റെഗെ എന്നുള്ളത് കുറച്ച് ജമൈക്കൻ ഓറിയന്റഡ് മ്യൂസിക്കാണ്. പിന്നെ എനിക്ക് കുറച്ച് എന്താണ് താളത്തിലുള്ള ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് ബാൻഡിൽ അവിടെ പാടുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് അനുസരിച്ച് ഞങ്ങൾ അത് റെഫർ ചെയ്യും, കേൾക്കും. അത് ഞങ്ങൾക്ക് കാര്യം പാടിയേ പറ്റൂ. കാര്യം വെച്ചാൽ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഫോറിനേഴ്സാണ് കൂടുതൽ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഓരോ ലിസ്റ്റ് തരും. സത്യം പറഞ്ഞാൽ ഓരോ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ ആർട്ടിസ്റ്റുമായിട്ട് അത്രയും പരിചയപ്പെടാനും അങ്ങനെ ഓരോ സ്റ്റൈലിലേക്ക് ഞങ്ങൾ എന്താണ് വിനോദം ആ സമയത്തുണ്ടായിരുന്നു. ഞങ്ങളൊരു 8 വർഷത്തോളം ബാൻഡ് സീനിൽ വർക്ക് ചെയ്തു 96 മുതൽ. അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ അതൊക്കെ ഇപ്പോഴും വളരെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. കാര്യം നമുക്ക് വേൾഡ് മ്യൂസിക് എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് റഹ്മാൻ സാറിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വേൾഡ് മ്യൂസിക് എന്താണ് നമ്മൾ വളരെ ഇപ്പം എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, വളരെ കോമൺ പീപ്പിളിനും വേൾഡ് മ്യൂസിക് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമൊക്കെ ഇപ്പോഴാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഒത്തിരി കേട്ടതിന്റെ ഒരു പരിചയം ഇപ്പോഴും കമ്പോസിംഗിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഫോറിൻ ട്രിപ്സ് ഒക്കെ പോകുമ്പോൾ അവിടെ കൂടുതലും വരുന്ന റിക്വസ്റ്റിന്റെ സോങ്സ് ഏതൊക്കെയാണ് നമ്മൾ മലയാളീസിന്റെ ഇടയിൽ?
മലയാളീസിന്റെ ഇടയിൽ ഇനി എത്ര പാട്ട് പാടിയാലും ലജ്ജാവതി അത് ഫസ്റ്റിലെ കേൾക്കുമ്പോഴത്തേക്ക് ലജ്ജാവതി പാടണമെന്ന് പറയും. ഞാൻ പറയും ലജ്ജാവതി, അന്നക്കിളി, ബെല്ലെ ബെല്ലെ ഇതെല്ലാം പാടുന്നുണ്ട്, ലജ്ജാവതി അവസാനം പാടാം. കാരണം ലജ്ജാവതി ആദ്യം പാടിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആ ഒരു ഇതില്ലല്ലോ, പിന്നെ നമ്മൾ പാടേണ്ട കാര്യമില്ല. അത് ഞാൻ പറയാം അവസാനം പാടാന്ന് പറഞ്ഞാൽ ലജ്ജാവതി ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഇപ്പോഴും ലജ്ജാവതിക്ക് തന്നെ. ഇനി പിന്നെ മണിക്കിനാവൻ എന്നുള്ള സോങ് പാടാനുള്ള റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരു മെലഡിയും കൂടെ പാടിത്തരും, ഒരു മെലഡി പാടാം അല്ലേ? സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്താരോമൽ തുമ്പി, നീയില്ലെങ്കിൽ ഞാനുണ്ടോ പൂവേ വാത്സല്യത്തേൻ ചോരും പൂവേ, ഏതോ ജന്മത്തിൻ കടങ്ങൾ തീർക്കാനായി നീ വന്നു, ഇന്നാത്മാവിൽ തുളുമ്പുമാശ്വാസം നീ മാത്രം. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്താരോമൽ തുമ്പി. ചേട്ടൻ ഈ സ്റ്റാർഡം എങ്ങനെ എൻജോയ് ചെയ്യണേ? നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് വന്ന് വളരെ ഓട്ടോഗ്രാഫൊക്കെ അങ്ങനെയൊക്കെയാണോ? സിനിമയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അധികം വെളിയിലോട്ട് ഞാൻ അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു സമയപ്പോഴേ. സപ്പോസ് ഇങ്ങനെ വഴിയിൽ പോകുമ്പോ ആൾക്കാർ ഒരു ഓട്ടോഗ്രാഫിനൊക്കെ ചോദിച്ചു വരാറുണ്ടോ സാധാരണ? എപ്പോഴും ഇല്ല, ബട്ട് എനിക്ക് എന്താണ് സംടൈംസ് എന്താണ് നമ്മുടെ എന്റെ മ്യൂസിക് കേൾക്കുന്ന എനിക്ക് ഇവിടെ നമ്മുടെ നാട്ടില് മലയാളീസിന് അങ്ങനെ ചെന്ന് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കൂടുതലും വെളിനാട്ടിൽ നമ്മൾ പോകുമ്പോ ഫോറിൻ ട്രിപ്സ് ഒക്കെ പോകുമ്പോ അവർക്ക് അങ്ങനെ ഒരു സ്റ്റാറിനെ കണ്ടാൽ പോയി ഓട്ടോഗ്രാഫ് ചോദിക്കാനൊന്നും ഒരു മടിയില്ല. നമ്മൾ ഇവിടെ ഉള്ളവർക്കാണ് ഒരു ബുദ്ധിമുട്ട്. അത് എന്താണ് നമ്മുടെ വർക്കുകൾ കേൾക്കുന്നവരുടെ ഒരു അപ്രോച്ച് നല്ലതായിരിക്കും. അങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു ഇത് കിട്ടുന്നത്. ജാസേട്ട് ഇവിടെ വന്നിട്ട് ലജ്ജാവതി പാടിക്കാണ്ട് ജാസേട്ടിന് വിടാൻ പറ്റില്ല. അതൊരു ഓൾ ടൈം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. പക്ഷെ എനിക്ക് മലയാളത്തിൽ വേണ്ട, അത് തെലുങ്കിൽ ഭയങ്കര ഹിറ്റാണല്ലോ. അപ്പൊ നമുക്ക് തെലുങ്കിൽ ഒരു വിഷുവിന് ഒരു പടക്കം തെലുങ്കിൽ പാടാം. തെലുങ്കില് മല്ലേശ്വരി എന്നുള്ള അതായിരുന്നു ലിറിക്ക്. തെലുങ്ക് കന്നഡയൊക്കെ അറിയാം, ഒന്നും അറിയാൻ പാടില്ല, ധൈര്യമായിട്ട് പാടില്ല. మల్లీశ్వరివే మధురాసల మంజరివే మంత్రాక్షరివే మగ శ్వాసల అంజలివే తెనవి నువ్వో తెనటిగవో తెలేదల లలన వెన్నెల నువ్వో వెంటి మంటవో తాకే తెలుసుకోనా చక్కనైన మల్లికవో చిక్కులు పెట్టే అల్లికవో పోలికల వసి బాలికవే చురకతుల చూపులున్న మల్లీశ్వరివే మధురాసల మంజరివే మంత్రాక్షరివే మగ శ్వాసల అంజలివే. ജാസേട്ട് ഇത് കേട്ടപ്പോഴേ വലിയ കുഴപ്പമില്ല, മലയാളം പോലെ തന്നെ ഉണ്ട് തെലുങ്കും, ഈസിയാണ്, കുഴപ്പമില്ല, എനിക്കെല്ലാം മനസ്സിലായി. മല്ലേശ്വരി എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളം പോലെ ഇരിക്കും. അതെ, ഈശ്വര എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. ഈശ്വര സ്വാമിയെ. ഇപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമായി ഇവിടെ വന്നിട്ട്, കുറെ പാട്ടൊക്കെ കേട്ടു. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും ജാസീഫിനെ ഇങ്ങനെ അടുത്ത് കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്നതിനും നമ്മുടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ക്ലീഷയാണ്, എന്നാലും കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. വിനോദേട്ടാ, ആ സാധനം ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.